നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വർണ്ണാഭരണങ്ങൾ പണയത്തിലാണോ? തിരികെ എടുക്കാൻ യാതൊരു വഴിയും കാണുന്നില്ലെന്ന് വിഷമിക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ എൻ്റെ വീട്ടില് ഒരു തരി പൊന്നുപോലുമില്ല എന്ന് മനസ്സിൽ സങ്കടപ്പെടുന്നവരുമുണ്ടാകാം. ഇനി ചിലർക്ക് ഒരു ചെറിയ ആഗ്രഹം മാത്രം, ഒരു പുതിയ സ്വർണം വാങ്ങണം, ഒരു ചെറിയ ചെയിനെങ്കിലും സ്വന്തമാക്കണം എന്നൊരു മോഹം. എന്നാൽ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഈ ശക്തിയേറിയ പരിഹാരം വിശ്വാസത്തോടെ ചെയ്യുകയാണെങ്കിൽ പണയത്തിൽ കിടക്കുന്ന സ്വർണം തിരികെ ലഭിക്കാനും സ്വർണമില്ലാത്ത വീട്ടിൽ സ്വർണം വന്നു ചേരാനും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തോടെ ധനസമൃദ്ധി വർദ്ധിക്കാനും കാരണമാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ഞാനിവിടെ പറയുന്ന 3 വസ്തുക്കൾ ഒന്നിച്ചു ചേർത്ത് വീട്ടിൽ സൂക്ഷിക്കുന്നതിലൂടെ ഒരു തരി പൊന്നുപോലും ഇല്ലാത്തവരുടെ വീട്ടിലേക്ക് പോലും സ്വർണയോഗം എത്തിച്ചേരും എന്നുള്ളത് തീർച്ചയാണ്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പൊതുവായി ഒരു വീട്ടില് സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാകുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിന്റെ അടയാളമായിട്ടാണ് പഴമക്കാർ കരുതിയിരുന്നത്. കാരണം സ്വർണം എന്നത് വെറും ആഭരണം മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ സുരക്ഷയും ഭാവിയുടെ കരുതലും ഒരു പ്രതീക്ഷയും കൂടിയാണ്. ജീവിതത്തില് വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ വരുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഓർക്കുന്നത് വീട്ടിലുള്ള സ്വർണ്ണാഭരണങ്ങളെയാണ്. പക്ഷെ ഒരിക്കൽ പണയം വെച്ച സ്വർണം പിന്നീട് തിരികെ എടുക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ മനസ്സിൽ വലിയൊരു വേദന ഉണ്ടാകാറുണ്ട്. ചിലർക്ക് വീട്ടിൽ സ്വർണമുണ്ടെങ്കിലും അത് അണിയാനുള്ള ഭാഗ്യം ലഭിക്കാതെ പോകാം. ചിലരുടെ സ്വർണം ലോക്കറിലോ പണയത്തിലോ വർഷങ്ങളായി കിടക്കാം. ഇതൊക്കെയും ജീവിതത്തിലെ സാമ്പത്തിക തടസ്സങ്ങളുടെ ലക്ഷണങ്ങളായിട്ട് ചിലർ വിശ്വസിക്കാറുണ്ട്. ഇനി നിങ്ങൾ ഇതിനു വേണ്ടി ചെയ്യേണ്ട പരിഹാരത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ പരിഹാരം ചെയ്യുന്നതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു ഗ്ലാസ് ബൗളാണ്. ആ ഗ്ലാസ് ബൗളിലേക്ക് ആദ്യം വയ്ക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരമാണ്. പച്ചക്കർപ്പൂരം എന്നത് അതിശക്തിയാർന്ന ആകർഷണ ശക്തി നിറഞ്ഞ ഒരു വസ്തുവാണ്. ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു പുണ്യവസ്തുവായും പച്ചക്കർപ്പൂരത്തെ കണക്കാക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സിലോ അലമാരയിലോ പണം സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിലോ ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം സൂക്ഷിക്കാവുന്നതാണ്. ഇത്രയേറെ ശക്തിയുള്ള ഈ പച്ചക്കർപ്പൂരത്തിന്റെ ഒരു ചെറിയ കഷ്ണം എടുത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഗ്ലാസ് ബൗളിൽ വയ്ക്കുക. ഇത് നിങ്ങൾക്ക് ഓൺലൈനിലായാലും ഷോപ്പുകളിലായാലും വാങ്ങിക്കാൻ ലഭിക്കും. ഇനി രണ്ടാമതായിട്ട് ആവശ്യമുള്ളത് തുളസിയിലയാണ്. തുളസിയില എന്നാൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നിറഞ്ഞ ഒരു പുണ്യവസ്തുവാണ്. സാക്ഷാൽ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തുളസിയില തന്നെയാണ്, അല്ലെ? അതുകൊണ്ട് തന്നെ തുളസിയിലേക്കും അതീവ പോസിറ്റീവ് എനർജി ഉള്ളതായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. ഒരു വീട്ടില് തുളസി ചെടി ഉണ്ടെങ്കിൽ അവിടെ നെഗറ്റീവ് എനർജികളും ദോഷശക്തികളുടെ സ്വാധീനവും കുറയും എന്നാണ് പഴമക്കാർ പറയുന്നത്. അപ്പോൾ പച്ചക്കർപ്പൂരത്തിനോടൊപ്പം 2 തുളസിയിലകൾ കൂടി ഈ ബൗളിലേക്ക് വയ്ക്കുക. ഇനി മൂന്നാമതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഗ്രാമ്പൂ ആണ്. ഗ്രാമ്പൂവിന്റെ ആകർഷണ ശക്തിയെക്കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സുഗന്ധമുള്ള വസ്തുക്കളിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സുഗന്ധമുള്ള വസ്തുക്കൾ ലക്ഷ്മി ദേവിക്ക് ഏറെ പ്രിയപ്പെട്ടവയുമാണ്. മാത്രമല്ല വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കാനുള്ള ശക്തിയും ഗ്രാമ്പൂവിനുണ്ട്. ഇതിന് 3 ഗ്രാമ്പൂവാണ് ആവശ്യമുള്ളത്. ഗ്രാമ്പു തിരഞ്ഞെടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷായ ഗ്രാമ്പു തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഒടിഞ്ഞതോ പൊട്ടിയതോ ആയിട്ടുള്ള ഗ്രാമ്പൂകൾ ഉപയോഗിക്കരുത്. മൊട്ടോട് കൂടിയ നല്ല ഗ്രാമ്പു നോക്കി എടുക്കുക. കാരണം നമുക്കിതിന് വെറും 3 ഗ്രാമ്പൂവിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ എടുക്കുന്ന 3 ഗ്രാമ്പൂ വളരെ വൃത്തിയുള്ള നല്ല രീതിയിലുള്ള ഗ്രാമ്പൂ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിനോടൊപ്പം ഒരു വസ്തു കൂടെ ചേർക്കാം. പക്ഷെ അത് കൈവശമുള്ളവർ മാത്രം ചേർത്താൽ മതിയാകും. അതായത് നിങ്ങളുടെ പക്കൽ ഒരു പൊടി സ്വർണമെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മോതിരമോ ചെറിയ ചെയിനോ അല്ലെങ്കിൽ ചെറിയ ഒരു നമ്മുടെ കമ്മലിന്റെ ആണിയോ അല്ലെങ്കിൽ ചെറിയ സെക്കൻഡ് സ്റ്റഡോ എന്തെങ്കിലും ഉണ്ടായാൽ ആ സ്വർണവും ഇതിനോടൊപ്പം വയ്ക്കാവുന്നതാണ്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, സ്വർണം എടുത്ത് അതുപോലെ വയ്ക്കരുത്. ഒന്നുകിൽ പച്ചപ്പാലിലോ അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾ വെള്ളത്തിലോ കഴുകി ശുദ്ധമാക്കിയ ശേഷം
നന്നായിട്ട് തുടച്ചു വേണം സ്വർണം ഇതോടൊപ്പം വയ്ക്കാനായിട്ട്. ഒരിക്കലും നമ്മൾ ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന സ്വർണം അല്ലെങ്കിൽ അങ്ങനെ വെച്ചിരിക്കുന്ന സ്വർണം നമ്മൾ അതുപോലെ എടുത്ത് ഇതിൻ്റെ കൂടെ വയ്ക്കരുത്. ഒരല്പം വെള്ളത്തിൽ ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് അതിലേക്ക് സ്വർണം ഇട്ടുകൊണ്ട് നന്നായിട്ട് കഴുകി തുടച്ചെടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ പച്ചപ്പാലിലിട്ട് കഴുകി വൃത്തിയാക്കിയും എടുക്കാവുന്നതാണ്. ഇനി സ്വർണം ഇല്ലാത്തവർ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഞാനിത് പറയുന്ന സമയത്ത് ചില ആളുകൾക്ക് ഒരു വിഷമം ഉണ്ടാകാം, എൻ്റെ കയ്യിൽ സ്വർണമില്ല, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ ആർക്കും വേണ്ട. നിങ്ങൾ ഇതിൽ സ്വർണം വച്ചില്ല എന്ന് കരുതി ഇതിന്റെ ഫലത്തിൽ യാതൊരു മാറ്റവുമില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു തരി സ്വർണം പോലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 3 വസ്തുക്കൾ മാത്രം ചേർത്ത് വെച്ചുകൊണ്ടും ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ്. ഇനി ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, പൂർണ്ണ വിശ്വാസത്തോടെ വേണം ഈ ഒരു കാര്യം ചെയ്യാനായിട്ട്. അതല്ലാതെ പരീക്ഷണാർത്ഥം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഫലം ലഭിക്കില്ല. നമ്മുടെ വിശ്വാസം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പൂർണ്ണ വിശ്വാസത്തോടെ പോസിറ്റീവ് മൈൻഡോടുകൂടി നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുമ്പോഴാണ് അതിന്റെ ഫലം നമുക്ക് ശരിയായിട്ടുള്ള രീതിയിൽ ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു കർമ്മം ചെയ്യുന്ന സമയത്ത് വിശ്വാസത്തോടെ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളിത് ചെയ്യാനായിട്ട് നിൽക്കാൻ പാടുള്ളൂ. ഇനി അടുത്തതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പരിഹാരം ഏത് ദിവസമാണ് ചെയ്യേണ്ടത്? ഒന്നുകിൽ നിങ്ങൾക്ക് പൗർണമി ദിവസം ചെയ്യാം, അല്ലെങ്കിൽ അമാവാസി ദിവസം ചെയ്യാം. ഇനി അതുമല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസവും ഈ പരിഹാരം ചെയ്യാവുന്നതാണ്. ഈ 3 ദിവസങ്ങളിൽ, അതായത് എല്ലാ മാസവും വരുന്ന പൗർണമി ദിവസങ്ങളിൽ അല്ലെങ്കിൽ അമാവാസി ദിവസം, അതല്ല എങ്കിൽ വെള്ളിയാഴ്ച ദിവസം, ഈ 3 ദിവസങ്ങളിൽ ഏത് ദിവസവും നിങ്ങൾക്ക് ഈ പരിഹാരം ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൂടുതലായിട്ട് ലഭിക്കുന്ന ദിവസമായിട്ടാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച വൈകുന്നേരം ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ച ശേഷം ഈ പരിഹാരം ചെയ്യുന്നത് ഏറെ നല്ലതായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ദിവസം, വെള്ളിയാഴ്ച ദിവസം സന്ധ്യാസമയത്ത് നിങ്ങൾക്കിത് ചെയ്യാൻ സാധിച്ചാൽ ഏറ്റവും ഉത്തമമാണ്. ഇനി ഈ ഒരു പരിഹാരം ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ടുള്ള ശുദ്ധിയോടും വൃത്തിയോടും കൂടെ വേണം ചെയ്യാനായിട്ട്. കുളിച്ച് ശരീരശുദ്ധി വരുത്തിയ ശേഷം മാത്രം ഈ ഒരു പരിഹാരം ചെയ്യുക. ഇനി ഇത് ചെയ്യുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെ കുറിച്ച് കൂടെ ഒന്ന് പറയാം. ഗ്ലാസ് ബൗളിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഓരോ വസ്തുക്കൾ വയ്ക്കുമ്പോഴും മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കണം. എൻ്റെ വീട്ടില് ധനസമൃദ്ധി വർദ്ധിക്കണം, നഷ്ടപ്പെട്ട സ്വർണം എത്രയും പെട്ടെന്ന് തിരികെ ലഭിക്കണം, പണയത്തിൽ കിടക്കുന്ന സ്വർണം വീണ്ടും എൻ്റെ കൈകളിലേക്ക് എത്തണം, ഇതുവരെ ഒരു ചെറിയ പൊന്തരി പോലും സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും എൻ്റെ ആഗ്രഹം പോലെ പുതിയ സ്വർണം വാങ്ങാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കണം എന്നിങ്ങനെ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന എന്താണോ അത് പറയുക. പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും ലക്ഷ്മി ദേവിയെയും മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കണം. ഏത് കാര്യം ചെയ്താലും വെറും പരീക്ഷണാർത്ഥം ചെയ്താൽ അതിന് യാതൊരു ഫലവും ലഭിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോസിറ്റീവ് മനസ്സോടെയും ഉറച്ച വിശ്വാസത്തോടെയും ചെയ്യുമ്പോൾ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വന്നു ചേരുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ്. പൂർണ്ണ വിശ്വാസത്തോടെയും ആത്മാർത്ഥതയോടെയും ഈ പരിഹാരം ചെയ്യുമ്പോൾ തീർച്ചയായും പുതിയ സ്വർണം വാങ്ങാനുള്ള യോഗം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. ഈ പരിഹാരം ചെയ്യുന്നതിലൂടെ സ്വർണം മാത്രമല്ല, ധനവരുമാനവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതാണ്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന സ്വർണം വാങ്ങണമെങ്കിലും പണയത്തിൽ കിടക്കുന്ന സ്വർണം തിരികെ എടുക്കണമെങ്കിലും ആദ്യം വേണ്ടത് ധനസമൃദ്ധിയാണ്, അല്ലെ? അതുകൊണ്ട് തന്നെ ഈ പരിഹാരത്തിന്റെ ഫലമായിട്ട് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ പണം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരാൻ തുടങ്ങും. ഇനി അതുപോലെ തന്നെ ചിലർക്ക് ഒരു ലോൺ ലഭിക്കാനോ അല്ലെങ്കിൽ ചിട്ടി പിടിക്കാനോ വർഷങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാകാം. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവസാന നിമിഷങ്ങളിൽ തടസ്സങ്ങൾ വരിക, പണം കൈകളിലേക്ക് എത്താതെ പോവുക, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച സഹായങ്ങൾ ലഭിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ പലർക്കും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ ഒരു പരിഹാരം വിശ്വാസത്തോടെ ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള വഴികളിലൂടെ പോലും ധനസഹായങ്ങൾ ലഭിക്കാനും പണം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരാനും വഴികൾ തുറക്കുന്നതാണ്. കർമ്മത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പരിഹാരം ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ ചെയ്യേണ്ട കർമ്മവും കൃത്യമായി തന്നെ ചെയ്യണം. സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും പരിശ്രമിക്കുമ്പോൾ അതിന് തീർച്ചയായിട്ടും ഫലം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ജോലി കൃത്യമായിട്ട് നിർവഹിക്കുക. അതോടൊപ്പം ഇത്തരത്തിലുള്ള ആത്മീയ പരിഹാരങ്ങളും ചെയ്യുമ്പോൾ ജീവിതത്തിലെ സാമ്പത്തിക തടസ്സങ്ങളായാലും തൊഴിൽ തടസ്സങ്ങളായാലും പതിയെ പതിയെ മാറിപ്പോകുന്നതാണ്. അപ്പോൾ ഈ കർമ്മത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓം ശ്രീ മഹാലക്ഷ്മിയെ നമഃ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ പ്രാർത്ഥനകൾ ലക്ഷ്മി ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുക.
അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.